അളിയൻ ഓർക്കുക അളിയൻ എങ്ങനെ അളിയനായെന്ന്. കഴിഞ്ഞ 48 മണിക്കൂറായി ഒരളിയൻ ഉണ്ടാക്കിയ പുകിലാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അളിയൻ വളരെ മഹത്തായ ഒരു സ്ഥാനമാണ്. ഈ പെങ്ങടെ ഭർത്താവ് എന്ന് പറയുന്നൊരു സ്ഥാനം, അത് വലിയ അംഗീകാരമുള്ള പദവിയുള്ള കയറി വരുന്ന ആളുകൾക്ക് നൽകുന്ന ഒരു സ്ഥാനമാണ്. പക്ഷേ ആ വരുന്ന ആളുകൾ ആ പദവിയും സ്ഥാനവുമൊക്കെ ഉപയോഗിക്കുമ്പോഴും കയറി വന്നതാണ് എന്നൊരു ഓർമ്മ മനസ്സിലുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കയറി വന്ന് എന്ന് കരുതി കയറ് പൊട്ടിക്കാം. അത് കയറി വന്ന വീട്ടിലും അവിടെയുമൊക്കെ. കാരണം അളിയനായതുകൊണ്ട് ചിലപ്പോൾ പെൺകുട്ടിയുടെ ഭാവി ഓർത്ത് എല്ലാവരും പഞ്ചപുച്ഛമടക്കി അതൊക്കെ കേട്ടെന്ന് വന്നേക്കാം. അതിനപ്പുറത്തേക്ക് പോയാൽ നാട്ടുകാരുടെ പുറത്തേക്കും നാട്ടിലെ വിഷയങ്ങൾക്കും ഒക്കെ ഒരുപാടങ്ങ് വലിയ ആളായാൽ ആളുകൾ കയറിട്ട് കെട്ടിക്കളയും. എന്ന് മാത്രമല്ല, പണ്ടൊരു വീട്ടിൽ എവിടെയോ അളിയൻ ഭിത്തിയിൽ എഴുതി വെച്ചത്രേ, ഭാര്യ വീട് പരമാനന്ദമെന്ന്. ഭാര്യ വീട്ടിൽ ചെല്ലുന്ന കുറച്ച് ദിവസങ്ങളൊക്കെ പരമാനന്ദമായിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെ ഈ പെൺകുട്ടിയുടെ ആങ്ങളെയോ അച്ഛനോ ആരോ എഴുതി വെച്ചു, പല നാളാവുമ്പോൾ പട്ടിക്ക് തുല്യം. ജിതിനളിയൻ ഉണ്ടാക്കിയ പുകിലിന് മലയാളി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മലയാള സിനിമ അളിയന്മാരെ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ അളിയന്മാരെ പരിചയപ്പെടുത്തിയത് അധികവും ഒരു പ്രത്യേക രീതിയിലുള്ള അളിയന്മാരെയാണ്. കിരീടത്തിലെ നമ്മുടെ ജഗതി അളിയനെ, തിളക്കത്തിലെ സലീം കുമാർ അളിയനെ, പിന്നെ സന്ദേശത്തിലെ മാളാരവിന്ദൻ അളിയനെ. ഈ അളിയന്മാരൊക്കെയും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. അളിയന്മാർ ഓരോ സ്ഥലത്ത് വന്ന് അച്ഛന് തുല്യമായി ആ കുടുംബത്തെ വളരെ നേർവഴിക്ക് നയിച്ചവരുണ്ട്. എന്നാൽ അളിയൻ എന്ന വാക്കിലെ യാ എടുത്തു മാറ്റിയാൽ, ഒരു ഞായും വായും കൂടി ഇട്ടാൽ അളിഞ്ഞവൻ എന്നാകുന്നതിന് ചെറിയ തിരുത്ത് മാത്രം വരുത്തിയാൽ മതിയാവുന്നതാണ്. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനകം ഒരളിയൻ നടത്തിയ അഭ്യാസങ്ങൾക്ക് മലയാളി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അളിയൻ വന്നിരുന്ന് അവിടുത്തെ ഒരു വലിയ ആളായി സംസാരിക്കാൻ ഇറങ്ങുമ്പോൾ ഈ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ തുരക്കൽ, കുത്തിപ്പൊക്കൽ തുടങ്ങിയ പ്രക്രിയയുണ്ട്. അപ്പോൾ അതിലേക്ക് തുരന്നു ചെല്ലുമ്പോൾ അളിയൻ ആരാണെന്നുള്ള അതിൻ്റെ കൃത്യമായ സ്വത്വം വെളിപ്പെടും. എന്ന് മാത്രമല്ല, മലയാളിയുടെ മുന്നിൽ 10-72 ദിവസമായി വളരെ സുതാര്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിൽ അളിയൻ അങ്ങോട്ട് വന്നിരുന്ന് അമ്മയ്ക്ക് മെസ്സേജ് അയക്കാൻ അറിഞ്ഞുകൂടാ, മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു, ബൈക്ക് പെയിൻ്റ് അടിച്ച് അവിടെ വെച്ചു, ഇവിടെ വെച്ചു, മറ്റേടത്ത് വെച്ചു. ഇതൊക്കെ ഈ നാട്ടിൽ ഈ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ കാര്യം നടക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നടന്നു പോകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിലൊരു വലിയ കല്യാണം നടക്കുമ്പോൾ അതിൻ്റെ അനുബന്ധമായി നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടപ്പെടാത്തതുമായ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതിൻ്റെ ചുറ്റുപാടുകളിൽ ഒരുപാട് നടന്നിരിക്കും. ഇതെല്ലാം കൂടി വെട്ടിപ്പിടിച്ച് അതിൻ്റെ എല്ലാം പങ്ക് തനിക്ക് കിട്ടണം എന്നാഗ്രഹിച്ച് ഇരുന്ന് വല്ലാണ്ടങ്ങ് തള്ളിമറിച്ചാൽ ഒരു കുന്തവും കിട്ടില്ലെന്ന് മാത്രമല്ല, ഇത്തരം അളിയൻ ഉള്ള കുടുംബങ്ങൾക്ക് കൂടി പരീക്ഷണമായി മാറുകയും ചെയ്യും. മനാഫ് യൂട്യൂബ് തുടങ്ങി വീഡിയോ ഇട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിതുവരെ മനാഫിൻ്റെ യൂട്യൂബും വീഡിയോ ഒന്നും അറിയില്ലായിരുന്നു. കയറി നോക്കിയപ്പോൾ ആദ്യം കണ്ടത് 11K ആണെങ്കിൽ പിന്നെ അത് 50Kയും 60Kയും ഒക്കെ കുതിച്ച് അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് മലയാളികൾ പിന്തുണ നൽകി സഞ്ചരിക്കുന്നത് കണ്ടു. അതിനകത്തൊരു K വന്നു എന്ന് വിചാരിച്ച് വലിയ കായൊന്നും അതിൽ നിന്ന് കിട്ടത്തില്ലെന്ന് ഈ അളിയൻ മനസ്സിലാക്കേണ്ടതാണ്. അളിയനെ ആരൊക്കെയോ കയറി മൂപ്പിച്ച്, നീയല്ലയോടാ അളിയൻ, അവിടെ നടക്കുന്നതിൻ്റെ എല്ലാം പ്രാധാന്യം നിനക്ക് കിട്ടണ്ടായോടാ, നീയല്ലയോടാ ചാനലിൽ വരേണ്ടത്, നിനക്കല്ലയോടാ അതിൻ്റെ മുന്തിയത് കിട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ അളിയനിലെ പലതും ഉണർന്നു. അളിയൻ വിരിഞ്ഞു, വിലസി. അങ്ങനെയാണ് അളിയൻ വന്ന് എല്ലാ ചാനലിനെയും വിളിച്ചിരുത്തി ഈ സംഗതിയൊക്കെ പറഞ്ഞത്. ആ കുടുംബത്തിലെ മറ്റ് ബന്ധുക്കളോടൊക്കെ പറയാനുള്ളത്, ആ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ ആത്മാവ് അതിൻ്റെ ഭൂമിയിൽ മണ്ണടിഞ്ഞിട്ട് മണിക്കൂറുകളോ ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതിന് മലയാളിയും സർക്കാരും സമൂഹവും തരേണ്ടതിനപ്പുറവും തന്നു കഴിഞ്ഞു. അതുകൊണ്ട് ആ ഉള്ള ഗുണം നഷ്ടപ്പെടുത്താതെ അളിയനെ സൂക്ഷിച്ച് ആൻറ്റി അളിയൻ വാക്സിൻ എടുത്ത് സന്തോഷമായി ജീവിക്കാൻ പറയുക. ഇല്ലെങ്കിൽ അളിയൻ ഈ മൊത്തം കാര്യങ്ങളെയും ഒരുതരം അളിഞ്ഞ പരുവത്തിലാക്കി കളയും.